ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് അവിടെ നിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളെ ജനങ്ങൾ പൊതുവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കേരളം കാത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണ്. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് UDFന് അനുകൂലമാണ്. കാരണം അത്രമാത്രം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം UDFനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിന് നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതിപ്പോൾ നാളത്തെ ഇലക്ഷനോട് കൂടി അവിടെ ആകും. വളരെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി ഷൗക്കത്ത് അവിടെ. ഈ അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം കുറെ കൂടെ ടൈറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? സ്വാഭാവികമാണല്ലോ. ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവിടെ ടൈറ്റ് ആവും. അതവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇഷ്യൂസ് ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് UDFന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാട്ടിയ പ്രശ്നങ്ങളെല്ലാം UDFന് അനുകൂലമായി ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പിന്തുണയായിരുന്നു വലിയ രീതിയിൽ LDF പ്രചാരണമാക്കിയിരുന്നത് ഈ UDFനെതിരായിട്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് പക്ഷേ അത് വേണ്ടത്ര ഏശിയിട്ടില്ല. ഈ ജമാഅത്തെ അത് നനഞ്ഞ പടക്കം പോലെയായി. ഈ വെൽഫെയറുമായി ബന്ധപ്പെട്ട് ആശയപരമായിട്ട് യോജിച്ചു പോകാൻ മുസ്ലിം ലീഗിന് UDFന് ഇപ്പം ഇന്നത്തെ ഈ 14 ദിവസം കോൺട്രവേഴ്സിക്ക് നോക്കണ്ട, ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. ഇന്നത്തെ പുതിയ കോൺട്രവേഴ്സി ഗോവിന്ദ മാഷ് വന്നിട്ടുണ്ടല്ലോ, അത് ചർച്ച ചെയ്യാം. മറ്റത് താങ്കൾ പറഞ്ഞ കാര്യം ഒരു നനഞ്ഞ പടക്കാണ്, അത് കഴിഞ്ഞു പോയി. മഴയത്ത് അതെ. ഇപ്പോൾ കാര്യം വ്യക്തമായല്ലോ. കാര്യം അത് ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താണെന്നുള്ളതും അവസാനം ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകളും മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ, അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ. ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു. അതുകൊണ്ട് അല്ല, ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ. ഇല്ലാത്ത പറയുമ്പോഴാണ് ഏശാത്തത്, നനഞ്ഞ വടക്കാകുന്നത്. ഞങ്ങൾ കോൺഗ്രസോ UDFോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയുകയാണ്, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷേ ഇത് ഉള്ള കാര്യമാണ്. ആ ഉള്ള കാര്യം ഇപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോ സഹിതം നാട്ടിലുണ്ട്. അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. അതന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞത്. പറഞ്ഞതിനെന്താ മടി, ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സമ്മതിച്ചതും തുറന്നു പറച്ചിലൊക്കെ അത് യാദൃശ്ചികമാണോ, അതല്ല അതിന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നിലമ്പൂർ ഏതായാലും കൈവിട്ടു പോയി. അപ്പം ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാകുന്ന അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയായിരിക്കും. നിലമ്പൂരിലേതായാലും അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിടുമോ? അപ്പോൾ നിലമ്പൂരിൽ അത് യേശൂല. ഈ പോളിംഗ് ശതമാനം കുറയും എന്നൊരു വിലയിരുത്തലൊക്കെ തന്നെ തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളിലും മടുപ്പുണ്ട്, കൂടുതൽ ആളുകളും. അല്ല, അതിപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞതിനാണ് മത്സരത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന ടൈറ്റാണത്. ഭൂരിപക്ഷം കിട്ടി UDF ജയിക്കും. ആ കാര്യത്തിൽ സംശയം. അങ്ങനെ ഒരു ഭൂരിപക്ഷം കണക്കാക്കിയോ പാർട്ടി? അങ്ങനല്ല, എന്നാലേ പിന്നെ നമ്പർ വരുള്ളൂ. പക്ഷേ നല്ല ഭൂരിപക്ഷം UDF ജയിക്കും. ആ കോൺഫിഡൻസാണ് ഞങ്ങൾ നിലമ്പൂർ വെച്ച് പ്രകടിപ്പിച്ചത്. ശരി.